നിങ്ങൾ ഹാപ്റ്റിക് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യത കുറവാണ്, കാരണം അങ്ങനെ ഒരു വാക്കില്ല. എന്നാലും ഈ വാക്ക് ഓർത്തു വെച്ചോളൂ. എൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ സമ്പത്ത് സൃഷ്ടിച്ച 7 തരം ആളുകൾ ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിരിക്കും. ഈ 7 കാറ്റഗറിയിൽ ഒന്നിലെങ്കിലും നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സമ്പത്ത് സൃഷ്ടിച്ചിരിക്കും. പക്ഷേ അങ്ങനെ സമ്പാദിച്ച സമ്പത്ത് നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ 8ാമത്തെ ഒരു ബോണസ് പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ബോണസ് പോയിന്റ് കൂടി മനസ്സിലാക്കാൻ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ക്യാഷ് ഈസ് കിങ് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നല്ലൊരു സുഹൃത്തുമാണ് ക്യാഷ്. യെസ്, ക്യാഷ് ഈസ് ആൾവേസ് എ ഗുഡ് ഫ്രണ്ട്. നിങ്ങളെ ആപത്തിൽ സഹായിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന, ജീവിതത്തിലെ 90% പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ കഴിയുന്ന സുഹൃത്തിനെ ചിലർ മാത്രം സ്വന്തമാക്കുന്നു. ഇത്തരം ആളുകളെ 7 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേതൊക്കെയാണെന്നും നമ്മൾ അതിൽ ഏതിലൊക്കെ പെടുന്നുണ്ട് എന്നും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. ലീഡിംഗ് ദോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹെപ്റ്റ എന്ന വാക്കിന് 7 എന്നാണ് അർത്ഥം. മനുഷ്യൻ സമ്പത്ത് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള 7 കാറ്റഗറി ഓർത്തു വയ്ക്കാൻ ഈ വാക്ക് നിങ്ങളെ സഹായിക്കും. കൂട്ടത്തിൽ LIC എന്നുകൂടി ഓർത്താൽ നന്നായി. ഈ വാക്കിൽ ആദ്യം വരുന്നത് H, ഹാർഡ് വർക്ക്. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹാർഡ് വർക്കിന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ, യെസ്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന സൈനികർ, അവർ എടുക്കുന്ന ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അതുപോലെ തന്നെ പ്രവാസികൾ, 2 മുതൽ 5 അതിൽ കൂടുതൽ മണിക്കൂറുകൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്ന പ്രവാസികൾ. മറ്റൊന്ന് അൺസ്കിൽഡ് വർക്കേഴ്സ്. വേറൊരു കൂട്ടർ നോക്കുകയാണെങ്കിൽ ഫാമേഴ്സ്. ഇവരെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് ലഭിക്കുന്നുമുണ്ട്. ഇതിൽ ഡിസ്കസ് ചെയ്ത ഫാമേഴ്സിന് പക്ഷേ ഇത്ര തന്നെ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് പക്ഷേ മീഡിയേറ്റർമാർ ഇവരെ പറ്റിക്കുന്നതാണ്. അത് പക്ഷേ വേറൊരു വിഷയമായി നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും ഹാർഡ് വർക്കിന് സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് തന്നെയുണ്ട്. 2ാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഈ എഡ്യൂക്കേഷൻ. വിദ്യാധനം സർവ്വധന പ്രധാനം എന്ന് കേട്ടിട്ടില്ലേ? വിദ്യാഭ്യാസം കൊണ്ട് മികച്ച ജോലി ലഭിച്ച ഒരുപാട് പേർ നമുക്കിടയിൽ തന്നെയുണ്ട്. പല ഗവൺമെന്റ് സ്റ്റാഫുകളും സാമ്പത്തികമായി വളരെ ഉയരാനുള്ള കാരണം അവരുടെ വലിയ സാലറിയും ആ സാലറി കിട്ടാൻ അവരെ സഹായിക്കുന്നത് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. കിട്ടുന്നതുവരെ പരിശ്രമം, കിട്ടിയാൽ വിശ്രമം എന്നെല്ലാം ഗവൺമെന്റ് ജോലിയെ പറ്റി നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. എങ്കിലും പല സമരങ്ങളിലൂടെയും മറ്റും ഉയർന്ന ശമ്പളം നേടുന്ന ഉദ്യോഗസ്ഥർ, അവർ ആ പൊസിഷനിൽ എത്തിയത് അവരുടെ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമാണ്. ഇവരിൽ ചിലരെങ്കിലും അവരുടെ സാലറിക്ക് അനുസരിച്ച് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു വിഷയമാണ്. അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളും അവരുടെ ജോലിയിൽ മുന്നേറിയത് ഈ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമാണ്. അപ്പോൾ 2ാമത്തെ പോയിന്റ്, എഡ്യൂക്കേഷനിലൂടെയും നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കാം. ഇനി 3ാമത്തെ പോയിന്റ് P, പാഷൻ. പാഷൻ എന്ന് കേൾക്കുമ്പോൾ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ കാര്യമാണ് ഓർമ്മ വരുന്നത്. സാലറി കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത കേസിൽ പോലും നിങ്ങൾക്ക് ആ ജോലി യാതൊരു മടുപ്പുമില്ലാതെ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ പാഷനാണ് എന്ന് പറയാം. എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങളുടെ ഉള്ളിലെ പാഷൻ കണ്ടെത്താൻ നിങ്ങൾ 5 വർഷം ട്രൈ ചെയ്താലും കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ യഥാർത്ഥ പാഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സഹായിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നത് 10ാം ക്ലാസ്സിലെല്ലാം 10ഉം 12 സബ്ജക്റ്റുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഏതാണ് നമുക്ക് ഏറ്റവും മികച്ചതായി പെർഫോം ചെയ്യുന്ന മേഖല എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ ഒരു സബ്ജക്റ്റിൽ ഫുൾ മാർക്കും മറ്റ് സബ്ജക്റ്റിലെല്ലാം 0യും ലഭിച്ച വിദ്യാർത്ഥിയേക്കാൾ പ്രാധാന്യം എല്ലാ വിഷയത്തിലും ആവറേജ് ലഭിച്ച ജസ്റ്റ് പാസ്സായ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പാഷൻ കൊണ്ട് മുന്നേറിയ ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പല മികച്ച യൂട്യൂബേഴ്സ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് തുടങ്ങിയ ആളുകളെല്ലാം അവരുടെ പാഷൻ കണ്ടെത്തി ആ ഒരു സ്കിൽഡ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വന്ന ആളുകളാണ്. അതുപോലെ തന്നെ ചില വർക്ക്ഷോപ്പുകളിലെല്ലാം ചെന്നാൽ നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള ഒരു കാര്യമാണ്, അവിടുത്തെ ഒരു മെയിൻ വർക്കർ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി വണ്ടിയുടെ കംപ്ലൈന്റ് എല്ലാം റെഡിയാവും എന്നുള്ളതൊക്കെ. അതൊക്കെ ആ ഒരു വർക്കിനോട് അത്രയും പാഷനുള്ള, അത്രയും സ്കിൽഡ് വർക്കർ ആയിട്ടുള്ള ഒരാളുടെ പ്രത്യേകതയാണ്. എന്തായാലും അങ്ങനെ സ്വന്തം പാഷൻ അല്ലെങ്കിൽ സ്കിൽഡ് കണ്ടെത്തിയ ആളുകളും അവരുടെ മേഖലകളിൽ വിളങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിലൂടെ അവർക്ക് മികച്ച സമ്പത്ത് സൃഷ്ടിക്കാനും സാധിക്കും. 4ാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ T, ട്രഡീഷൻ, പാരമ്പര്യം. നമ്മൾ ഒരു മരത്തണലിൽ നിൽക്കുമ്പോൾ പണ്ടാരോ വെയിൽ കൊണ്ട് വൃക്ഷം നട്ടതിന്റെ തണലാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തലമുറകളായി സമ്പത്തുള്ള ആളുകൾ, അതായത് അച്ഛനപ്പൂപ്പന്മാർ മുതൽക്കേ സമ്പത്ത് സൃഷ്ടിച്ച പല ആളുകളുടെയും പുതിയ തലമുറ ആ ബെനിഫിറ്റ് അനുഭവിക്കുന്നത് നമ്മുടെ അനുഭവത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ സമ്പത്തുള്ള ആളുകളുടെ കാറ്റഗറിയിൽ ഇവരും പെടുന്നുണ്ട്.
മുകളിൽ പറഞ്ഞ 4 രീതിയും നല്ല രീതിയിലാണ് പണം സമ്പാദിച്ചത് എങ്കിൽ ഇനി പറയുന്ന 3 രീതിയിൽ നിങ്ങൾ ഒരിക്കലും സമ്പത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. പക്ഷേ അത്തരത്തിലുള്ള ആളുകളും സമ്പത്ത് സൃഷ്ടിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പോയിന്റുകൾ കൂടി ഞാൻ പറഞ്ഞു പോകുന്നത്. LICയിലെ L, ലോട്ടറി. കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ലോട്ടറിയെ പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും പല ആളുകളും സമ്പത്ത് സൃഷ്ടിച്ചതും അതുപോലെ അവരുടെ ജീവിതം പച്ചപിടിപ്പിച്ചതും ലോട്ടറിയിലൂടെയാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്നാൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ കോപ്പി ചെയ്യരുത് എന്ന് ഞാൻ പറയാനുള്ള കാരണം ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രമാണ്. ലോട്ടറി അടിച്ച ചെറിയൊരു ശതമാനത്തിന്റെ ന്യൂസുകൾ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ ലോട്ടറി അടിക്കാത്ത വലിയൊരു ശതമാനം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. എന്തായാലും ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത എത്രയുണ്ട് എന്നതിനെ പറ്റി ഇതിനു മുൻപ് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. 6ാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ I, ഇല്ലീഗൽ. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് സമ്പത്ത് സൃഷ്ടിച്ച ഒരുപാട് ആളുകളെ നമുക്ക് ചുറ്റും കാണാനാകും. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ, കൈക്കൂലി വാങ്ങുന്ന പൊളിറ്റീഷ്യൻസ്, അതുപോലെ കൈക്കൂലി കൊടുത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ സമ്പത്ത് സൃഷ്ടിച്ചവർ. മറ്റൊന്ന് നിരോധിതമായ കാര്യങ്ങൾ ചെയ്തവർ, അതായത് നിരോധിച്ച മദ്യം, മയക്കുമരുന്നുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ, സമാന്തര ലോട്ടറി എന്നിവയുടെ നിർമ്മാണം, വിതരണം എന്നിവയിലൂടെയെല്ലാം പണം സമ്പാദിച്ച ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഞൊടിയിടെയുള്ള ഇവരുടെ വളർച്ച കണ്ടതുകൊണ്ടാകാം പല ആളുകളും പെട്ടെന്ന് ധനികനാവാൻ ഈ വഴി സ്വീകരിക്കുന്നത്. 7ാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ C, ചീറ്റിംഗ്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ക്യാഷ് എന്ന് പറയുന്നത് ഫ്രണ്ടിനെ പോലെയാണ്. അങ്ങനെയുള്ള നമ്മുടെ ഫ്രണ്ടിനെ പല പേര് പറഞ്ഞും ആളുകൾ പറ്റിക്കാൻ നോക്കും. മോഹന വാഗ്ദാനങ്ങൾ നൽകി അല്ലെങ്കിൽ ഇപ്പോൾ തരാമെന്നെല്ലാം പറഞ്ഞ് ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം കൈക്കലാക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഉള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം. അതായത് നമ്മൾ കൊടുക്കുന്ന തുകയോ അതിനനുസരിച്ചുള്ള സേവനമോ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അത് ചീറ്റിംഗ് തന്നെയാണ്. അത് ഏത് മതത്തിലെ എത്ര രൂപയ്ക്കുള്ള പ്രാർത്ഥന ആണെങ്കിലും ശരി, 1 രൂപയ്ക്ക് ലഭിക്കുന്ന മിഠായി ആണെങ്കിലും ശരി, കൊടുക്കുന്ന തുകയ്ക്കുള്ള മൂല്യം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അത് ചീറ്റിംഗ് തന്നെയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ചീറ്റിംഗ് ചെയ്യുന്നത് ദൈവങ്ങളല്ല, അവരുടെ പേരിൽ മനുഷ്യരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ പണം സമ്പാദിക്കുന്നത് ഈ പറഞ്ഞ 7 രീതികളിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നിലൂടെയെങ്കിലും ആയിരിക്കും. എന്നാൽ ഇങ്ങനെ പണം സമ്പാദിച്ച പലരും ഈ പണം വളർത്തുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. യെസ്, അതാണ് ബിസിനസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബോണസ് പോയിന്റ് ഇതാണ്, ബിസിനസ്. അത് ഏത് തരം ബിസിനസ്സും ആവാം, എന്നാൽ അത് അവരുടെ ആബ്സൻസിലും അവിടെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2 വർഷം മുമ്പ് കേരള ലോട്ടറിയുടെ ഓണം ബമ്പർ അടിച്ച തിരുവനന്തപുരംകാരനായ ഒരു ചേട്ടനുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ആ ലോട്ടറി അടിച്ചത്, അതായത് ആ നമ്പർ അദ്ദേഹം സെലക്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ കേസ് നമ്പർ ആണ് എന്നുള്ളതാണ്. എത്ര യാദൃശ്ചികമായാണ്, അത്ഭുതകരമായാണ് ആ നമ്പർ അദ്ദേഹത്തിന് മുന്നിൽ വരുന്നത്. എന്തായാലും ആ നമ്പർ അദ്ദേഹം എടുക്കുന്നു. അദ്ദേഹത്തിന് കേരള ലോട്ടറിയുടെ ഓണം ബമ്പർ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുകയാണ്. ആ തുക പക്ഷെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത രീതിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതായത് ആ എമൗണ്ട് അദ്ദേഹം നേരെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നോക്കൂ, മ്യൂച്വൽ ഫണ്ട് റിസ്ക് ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ റിസ്ക് ഇല്ലാത്ത ഫിക്സഡ് ഡെപ്പോസിറ്റിൽ അദ്ദേഹം ആ വലിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രം അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാങ്കിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ മികച്ച റിട്ടേൺ ഒരുപക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാകാം. എന്നാലും അദ്ദേഹം ആ കോർപ്പസ് മുഴുവൻ വിറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ആ വലിയ കോർപ്പസ് അദ്ദേഹം സേഫ് ആയി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്നുള്ള ലാഭം മാത്രം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തായാലും അതൊരു മികച്ച ബിസിനസ്സിന് ഉദാഹരണം തന്നെയാണ്. ഇത് മാത്രമല്ല, ഇത്തരത്തിൽ ഹാർഡ് വർക്കിലൂടെ, എഡ്യൂക്കേഷനിലൂടെ, പാഷൻ ഓർ സ്കിൽഡിലൂടെ, പാരമ്പര്യമായി ലഭിച്ച പണം, അതുപോലെ തന്നെ ലോട്ടറിയിലൂടെ, ഇല്ലീഗലായി, ചീറ്റിങ്ങിലൂടെ, ഇങ്ങനെയൊക്കെ ലഭിച്ച പണം പല ആളുകളും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് പല മടങ്ങുമാക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ചുറ്റും പണം സമ്പാദിച്ച വ്യക്തികളെ 7 കാറ്റഗറി ആക്കിയ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ഇത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഇതല്ലാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. മുകളിൽ പറഞ്ഞതിൽ മികച്ച രീതിയിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.